ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ തമിഴ് സിനിമയിൽ എന്താ സംഭവിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടണില്ല. എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത് അവസ്ഥയാണ്. എന്തൊക്കെയാണ് നടക്കുന്നത്? ബിഗ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഇറക്കി വിടുന്ന സിനിമകളെല്ലാം പടക്കങ്ങളായി. ഗുഡ് ബാഡ് അഗ്ലി, ഇന്ത്യൻ ടു, റെട്രോ, തഗ് ലൈഫ് ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ അതേസമയം ചെറിയ ബഡ്ജറ്റിൽ വന്ന ടൂറിസ്റ്റ് ഫാമിലിയും മദ്രാസ് മാറ്റിനെയും ഒക്കെ തമിഴ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തിനാണ് തമിഴ് പ്രേക്ഷകർ ബിഗ് ബഡ്ജറ്റ് സിനിമയ്ക്ക് നേരെ മുഖം മാറ്റുന്നത്? ഹോളിവുഡ് ഓഡിയൻസ് ട്രാക്ക് മാറ്റി തുടങ്ങിയോ എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ ക്യാൻവാസിലുള്ള ബിഗ് ബഡ്ജറ്റ് സിനിമകൾ അവിടെ പരാജയപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത്, നമുക്കറിയാം തമിഴ് സിനിമയുടെ കഥയും തിരക്കഥയും കാലാകാലങ്ങളായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. അതിനകത്ത് ശരിക്കും പുതുമയൊന്നുമില്ല. എങ്കിൽ പോലും നമ്മൾ ആ ഒരു മേക്കിംഗ് കൊണ്ടും അടി പാട്ട്, ഡാൻസ്, വെട്ട്, കുത്ത് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മളങ്ങ് കണ്ടിരുന്ന് പോരുന്നു എന്നുള്ളൂ. ഇതൊക്കെ തന്നെയാണ് കാലാകാലങ്ങളായി സംഭവിക്കുന്നത്. എന്നാൽ ഇതിനെയൊക്കെ ബ്രേക്ക് ചെയ്തുകൊണ്ട് വന്ന സിനിമകളുടെ വൻ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. ഉദാഹരണം നോക്കിയാൽ 2008 പുറത്തിറങ്ങിയ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന സിനിമ അവിടെ ഒരു വമ്പ ഹിറ്റായിരുന്നു. അവിടെ മാത്രമല്ല കേരളത്തിലും ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ 2012 റിലീസായ വിജയുടെ തുപ്പാക്കി കരിയർ ബ്രേക്ക് കൊടുത്ത ഒരു പടമാണ് ശരിക്കും. അതേസമയം തന്നെ 24 പോലത്തെ കംപ്ലീറ്റ് എക്സ്പെരിമെന്റൽ പടങ്ങളും പൊട്ടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന തമിഴ് സിനിമയ്ക്ക് ആകെയുള്ള 2 പ്രതീക്ഷ എന്ന് പറയുന്നത്, ഒന്ന് നമ്മുടെ തലൈവറുടെ കൂലിയുടെ ഡയറക്ടറായ ലോകേഷ് കനകരാജും അതേ തലൈവറുടെ തന്നെ ജയിലർ 2 സംവിധായകനായ നെൽസനുമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 2 യങ് ഡയറക്ടേഴ്സിലാണ് തമിഴ് സിനിമയുടെ തന്നെ ഭാവി ഇരിക്കുന്നത്. പക്ഷേ സംഭവം ഇതാന്ന് വെച്ചാൽ, ഒരു ലോകേഷും നെൽസനും മാത്രം വന്നിട്ട് കാര്യമില്ലല്ലോ. ഇവരുടെ ഒരു സിനിമകൾ വരുന്നെങ്കിൽ തന്നെ ഒരുപാട് ടൈം പീരീഡ് എടുക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു സിനിമ ഇവർ അനൗൺസ് ചെയ്ത് ഒരു സിനിമയായിട്ട് പുറത്ത് വരുന്നെങ്കിൽ തന്നെ 2-3 വർഷമൊക്കെ, അല്ലെങ്കിൽ മിനിമം ഒരു 2 വർഷമെങ്കിലും വേണം. അപ്പോൾ അങ്ങനെ ഒരു വലിയ ക്യാൻവാസ് സിനിമകളായതുകൊണ്ട് തന്നെ, ഒരു വലിയ ബഡ്ജറ്റ് മുടക്കിയുള്ള സിനിമകളായതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ ചോദ്യം അതല്ല, ഒരു നെൽസനും ഒരു ലോകേഷും മാത്രം മതിയോ തമിഴ് സിനിമയ്ക്ക്? തമിഴ് സിനിമയുടെ ഒരു ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കാവുന്നതിൻ്റെ അപ്പുറത്താണ്. ശരിക്കും അങ്ങനെയുള്ള പ്രൊഡ്യൂസർമാർ ശരിക്കും പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ഇപ്പോൾ ശരിക്കും ഒരു മാനഗരം ചെയ്തുകൊണ്ട് ലോകേഷ് കനകരാജും കൊലമാവ് കോക്കില എന്ന് പറയുന്ന സിനിമ ചെയ്തുകൊണ്ട് നെൽസനും കയറി വന്നു. അവർ രണ്ടുപേരും തുടങ്ങിയത് ചെറിയ ബഡ്ജറ്റ് സിനിമകളിലാണ്. പിന്നീടാണ് അവർ വലിയ ക്യാൻവാസ് സിനിമകൾ എടുക്കുന്നത്. അപ്പോൾ തമിഴ് പ്രൊഡ്യൂസേഴ്സ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള പഴയ ഡയറക്ടേഴ്സിനെയാണ്. അവരുടെ ഒരു ഔട്ട്ഡേറ്റഡ് സ്ക്രിപ്റ്റ് ഒക്കെ കണ്ണും പൂട്ടി ശരിക്കും പഴയ ഡയറക്ടേഴ്സിനെ അവർ ട്രസ്റ്റ് ചെയ്യുകയാണ്. പുതിയ ഡയറക്ടേഴ്സിന് അവസരം കൊടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ ഒരു പ്രശ്നം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കണ്ടന്റ് ഈസ് ദ കിങ് എന്നുള്ളതാണ്. ശരിക്കും പോസ്റ്റ് കോവിഡിന് ശേഷം മൊത്തം ആകമാന സിനിമയിൽ തന്നെ ഒരു എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്. എത്ര കോടി മുടക്കി എന്നതിലല്ല ഇപ്പോൾ കാര്യം, എന്ത് കണ്ടന്റ് ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് കാര്യം. ബഡ്ജറ്റ് ഒന്നും അതിലൊരു വിഷയമേ അല്ല. ഇപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ആയാലും വളരെ സ്മോൾ ബഡ്ജറ്റിൽ ഇറങ്ങിയ സിനിമകളൊക്കെ വമ്പ സക്സസ് ആയിട്ടുണ്ട്. തമിഴ് സിനിമയിലും ഇപ്പോൾ അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രാക്ക് മാറ്റം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന സ്റ്റാർ കാസ്റ്റ് ഒന്നും ഇല്ലാത്തൊരു സിനിമ അവിടെ വമ്പ സക്സസ് ആയിരുന്നു. കേരളത്തിലും അത്യാവശ്യം നല്ലപോലെ ഓടി. അതുപോലെ മദ്രാസ് മാറ്റിനി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ നല്ല പ്രതികരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. തമിഴ് സിനിമ ഇനിയിപ്പോൾ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇറക്കി പൊട്ടിക്കുന്നതാണോ നല്ലത്, അതോ നല്ല സിനിമകളുടെ ഒരു സ്വീകാര്യത നേടുന്നതാണോ നല്ലത് എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഗ്രാഫിക് ഡിസൈൻ, വീഡിയോ എഡിറ്റിംഗ് കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്.